നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് കേസുകൾ അനിയന്ത്രിതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും യാത്രാ നിബന്ധനകൾ കടുപ്പിച്ചിരുന്നു. ഇതുമൂലം വട്ടം ചുറ്റിയതിലേറെയും പ്രവാസികളാണ്. ഏറെ നാളായി നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഇടുത്തി പോലെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ വാർത്തകൾ പുറത്തുവന്നത്. എന്നാൽ നിലവിൽ കോവിഡ് കേസുകൾ ഗണ്യമായി കുറയുന്ന സാഹചര്യമാണ്. ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളും ഈ അവസരത്തിൽ യാത്രകൾക്ക് വിലങ്ങുതടിയായി നിന്ന നിയന്ത്രണങ്ങളൊക്കെ തന്നെ ലഘൂകരിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ യാത്രയ്ക്ക് മുമ്പുള്ള PCR പരിശോധന, വാക്സിൻ എടുത്തവർക്കും എടുക്കാത്തവർക്കും യാത്രാ ഇളവുകൾ എല്ലാം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനാൽ തന്നെ പാതി ആശ്വാസത്തിലാണ് പ്രവാസികൾ. എന്നാൽ ഇനി പ്രവാസികൾക്ക് ഇളവുകളുടെ സുവർണ കാലമാണ് വരാൻ പോകുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ്. കോവിഡ് സാഹചര്യത്തിൽ അടച്ചിട്ട ദുബായിലെ രണ്ടാമത്തെ എയർപോർട്ടായ അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട് തുറക്കുകയാണ്. ഇതുവഴി പോകുന്ന യാത്രക്കാരുടെ തിക്കും തിരക്കും ഒഴിവാക്കാൻ സഹായകരമാകും. യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചാലും ഇനി തിരക്കിനോട് ഗുഡ് ബൈ പറയാം. ദുബായ് എയർപോർട്ട് CEO-യാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ കൂടുതൽ രാജ്യങ്ങൾ വാക്സിൻ സ്വീകരിച്ചവർക്ക് ഇളവുകൾ പ്രഖ്യാപിക്കാനാണ് സാധ്യതയെന്നും അദ്ദേഹം പറഞ്ഞു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് തന്റെ വിലയിരുത്തലെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു. അതേസമയം UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രാ മാർഗനിർദ്ദേശത്തിൽ കഴിഞ്ഞ ദിവസം മാറ്റം വരുത്തുകയുണ്ടായി. കോവിഡ് വാക്സിന്റെ 2 ഡോസുകളും എടുത്തവരെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പുള്ള PCR പരിശോധനയിൽ നിന്ന് ഒഴിവാക്കിയതായി എയർ ഇന്ത്യ അറിയിക്കുകയായിരുന്നു. ഇന്ത്യയിൽ നിന്നും 2 കോവിഡ് വാക്സിനുകൾ സ്വീകരിച്ചവർക്കാണ് ഈ ഇളവ് ലഭിക്കുക. എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ ഇന്ത്യ എന്നിവ ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറത്തുവിട്ടിരുന്നു. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്, ഗോ എയർ, സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ എന്നീ വിമാന കമ്പനികളുടെ പുതിയ മാർഗനിർദ്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സന്ദർശക വിസയിൽ വന്ന് തിരിച്ചു പോകുന്ന ഇന്ത്യക്കാർക്ക് ഇത് വലിയ സഹായകമാകും. ഇതിനായി യാത്രക്കാർ ഇന്ത്യയിൽ നിന്നുള്ള കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എയർ സുവിധ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. 7 ദിവസത്തെ നിർബന്ധിത ഹോം ക്വാറന്റൈൻ ഒഴിവാക്കിയതിന് പിന്നാലെയാണ് പുതിയ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവർ യാത്ര ചെയ്യുന്നതിന് 72 മണിക്കൂറിനകമുള്ള PCR പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. എല്ലാ യാത്രക്കാരും യാത്രയ്ക്ക് മുമ്പത്തെ 14 ദിവസത്തെ യാത്രാ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ട ഫോം എയർ സുവിധ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക് വരുമ്പോൾ 48 മണിക്കൂറിനുള്ളിൽ നടത്തിയ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റും വിമാനത്താവളത്തിൽ നിന്നുള്ള റാപ്പിഡ് പരിശോധനാ ഫലവും ഹാജരാക്കണമെന്ന നിയമം നിലവിലുണ്ട്. എന്നാൽ ഇളവ് സംബന്ധിച്ച് UAE വിമാന കമ്പനികളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.